കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഈ സായാഹ്ന വേളയിൽ റോസ് ഫാമിലി എന്ന ഫേസ്ബുക്ക് പേജിൽ കർത്താവിൻ്റെ വചനം വിളംബരം ചെയ്യുവാൻ ലഭിച്ച അസുലഭമായ സന്ദർഭത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിനായിരിക്കുന്ന റോസ്ലിം സിസ്റ്റർ, കുടുംബം, മറ്റ് അഡ്മിന്മാരെ, എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഇതിൻ്റെ സഹകാരികളും അംഗങ്ങളുമായിരിക്കുന്നവർ, അപ്പോൾ തന്നെ ഈ ദൈവവചന ശുശ്രൂഷ ശ്രവിക്കുന്ന ഏവർക്കും ക്രിസ്തുയേശുവിൻ നാമത്തിൽ വന്ദനം പറയുന്നു. ഈ സായാഹ്ന വേളയിൽ ഇങ്ങനെ ഒരു അവസരം എനിക്കും ലഭ്യമായത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നിരന്തരം തുടർമാനമായി ദൈവവചനം അറിയിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫേസ്ബുക്ക് പേജാണ് റോസ് ഫാമിലിയുടെ ഫേസ്ബുക്ക് പേജ്. അപ്പോൾ തന്നെ അനവധി പ്രാർത്ഥനാ വിഷയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ തന്നെ യൂട്യൂബ് ചാനലുകളുണ്ട്. ആ നിലകളിൽ ദൈവവചനത്തിൻ്റെ വിളംബരത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഈ ആത്മീക വേദികളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർമാനമായി ദൈവദാസീദാസന്മാർ ദൈവവചനം ശക്തമായ നിലയിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. ഇന്നും ഈ സായാഹ്ന വേളയിൽ വിശുദ്ധ തിരുവെഴുത്തുകളെ അധീകരിച്ചുകൊണ്ട് അല്പസമയം സംസാരിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഞങ്ങളുടെ എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തുയേശുവിൻ നാമത്തിൽ ഞങ്ങൾ വന്ദനം പറയുന്നു. ദൈവവചനം എന്ന് പറയുമ്പോൾ ഈ വചനം അത് ദൈവശ്വാസീയമാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശ്വാസമാണ് ദൈവവചനം. ദൈവനിശ്വാസ്യമാണ്. ഇത് മനുഷ്യരാരും നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സന്ദേശമായിട്ടല്ല ഇരിക്കുന്നത്. ദൈവം ശ്വസിക്കുന്ന, ദൈവത്തിൻ്റെ ശ്വാസമായിരിക്കുന്ന, ദൈവശ്വാസീയമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് അത് തനതായ നിലയിൽ അംഗീകരിക്കുന്നവർക്ക് നിശ്ചയമായും ഒരു അനുഗ്രഹമാണ്. നാം ഇങ്ങനെ വായിക്കുന്നു, ഇത് വായിക്കുന്നവനും വായിച്ചു കേൾപ്പിക്കുന്നവനും ഇത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ. ഭാഗ്യവാന്മാരുടെ ലിസ്റ്റിലാണ് ഇത് വായിക്കുന്നവൻ. ഇത് വായിച്ചു കേൾപ്പിക്കുന്നവനും ഭാഗ്യവാന്റെ ലിസ്റ്റിലാണ്. പോരാ, ഇത് പ്രമാണിക്കുന്നവരോ അവരും ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് തന്നെ ലോട്ടറി അടിക്കുന്നതിനേക്കാൾ, വലിയൊരു വീട് വെക്കുന്നതിനേക്കാൾ, ഉന്നതമായ പല കാര്യങ്ങൾ ഈ ലോകത്തിൽ നേടുന്നതിനേക്കാൾ ഒരു തികഞ്ഞ ഭാഗ്യം, അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗ്യം കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുകയാണ്. ഒരേ ഒരു ഭാഗ്യം, അത് ദൈവവചനത്തിലൂടെ നൽകപ്പെടുന്ന ആ ഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധിക്കുന്നവർക്ക് ഒരനുഗ്രഹമാണെന്ന് ഞങ്ങൾ ഓർപ്പിക്കുന്നു. ഞാൻ വിശുദ്ധ തിരുവെഴുത്തിലേക്ക് വേഗം പ്രവേശിപ്പാൻ താല്പര്യപ്പെടുകയാണ്. ഇന്ന് എൻ്റെ ശുശ്രൂഷയ്ക്ക് ആധാരമായി ഞാൻ ഇവിടെ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്ന വാക്യഭാഗം 90-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാം വാക്യമാണ്. നാം ഇങ്ങനെ വായിക്കുന്നു: നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്നും അരുളി ചെയ്യുന്നു. നമുക്കറിയാം, അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 90-ാം സങ്കീർത്തനം. ജീവിതത്തെ കുറിച്ച്, ഒന്നുകൂടെ പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൻ്റെ ആ നിസ്സാരതയും, അപ്പോൾ തന്നെ മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിർണയവും, ദൈവമാരാന്നുള്ള വെളിപ്പാടുമൊക്കെ ഈ സങ്കീർത്തന ഭാഗത്ത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ചിന്തിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ ഇതിനകത്തു നിന്ന് ഞാൻ ശുശ്രൂഷിപ്പാൻ താല്പര്യപ്പെടുകയാണ്. എനിക്കറിയാം, ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ വരുന്ന വചനങ്ങൾ ദൈവമക്കൾ മാത്രമല്ല കേൾക്കുന്നത്, പുറമെ പലരും ഇത് ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ശ്രദ്ധിക്കുന്നവർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ ശുശ്രൂഷ
ആവോളം അതിൻ്റെതായ നിലയിൽ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യ ജീവിതത്തിൻ്റെ ആ തലനാര കീറി മുറിച്ച് അപഗ്രഹിച്ചുകൊണ്ട് മോശ എഴുതിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു സങ്കീർത്തനമാണ് ഈ 90-ാം സങ്കീർത്തനം. ജീവിതത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് ജനനം, ജീവിതം, മരണം, നിത്യത, ഇത് 3 അക്ഷരങ്ങൾ അടങ്ങിയ അതിപ്രധാനമായ വിഷയമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച്. ജനനം 3 അക്ഷരമേ ഉള്ളൂ, ജീവിതം 3 അക്ഷരമേ ഉള്ളൂ, മരണം അതും 3 അക്ഷരമേ ഉള്ളൂ, നിത്യത അതും 3 അക്ഷരമേ ഉള്ളൂ. അതിപ്രധാനമായ ചിന്തിക്കേണ്ട അതിപ്രധാനമായ വിഷയങ്ങളാണ് ഈ വിഷയങ്ങൾ. പക്ഷേ പല കാര്യങ്ങളും ചിന്തിച്ചിട്ട് ഈ നിലകളിലുള്ള കാര്യങ്ങളെ ചിന്തിക്കാൻ ഇന്ന് ആർക്കും നേരമില്ല. പല കാര്യങ്ങൾക്കും വേണ്ടി മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുക, ബിസിയാ. ചിലരോടൊക്കെ ചോദിച്ചാൽ പറയും, പാസ്റ്ററായി ജീവിക്കണം, കൊച്ചുങ്ങളുടെ കാര്യമുണ്ട്, വീട്ടിലെ കാര്യങ്ങളുണ്ട്, ജോലിയുടെ കാര്യങ്ങളുണ്ട്, എല്ലാം ബിസിയാ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴാണ് നേരം കിട്ടുന്നത്? ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നേരമില്ലെന്നാ പറയുന്നത്. ഏതായാലും ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം അമ്പേ പരാജയപ്പെടുകയാണ്. ഏതൊക്കെ വിഷയങ്ങൾ നിങ്ങൾ കൈകാര്യം ചെയ്താലും നിങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട കാര്യം. അതിനാണ് ദൈവവചനത്തിൽ നിന്ന് ഈ സായാഹ്ന വേളയിൽ അല്പസമയം ഞങ്ങൾ നിങ്ങളോട് സംസാരിപ്പാൻ താല്പര്യപ്പെടുന്നത്. ജീവിതം എന്ന് പറയുന്നത് ഭാസുരമാക്കുവാൻ എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്നവരാണ്. സമ്പൽ സമൃദ്ധിയുടെ സമുന്നതമായ, ഉത്തുംഗമായ, ഉന്നതമായ, ശ്രേഷ്ഠതയുള്ള, നിറഞ്ഞ, എന്തിനേറെ കിടയറ്റ ആ നിലകളിൽ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും മനുഷ്യൻ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? ഉയർത്തുവാനും ഉയർന്നിരിപ്പാനും എല്ലാം കൊണ്ട് സമ്പൽ സമൃദ്ധിയായിരിക്കാനും മനുഷ്യൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ മഹാനായ അലക്സാണ്ടറിനോട് ഒരു തത്വജ്ഞാനി ചോദിച്ചു, അങ്ങ് റോമിലേക്ക് പോവുകയല്ലേ? അതെ. അവിടെ ചെന്ന് യുദ്ധം ചെയ്ത് റോമിനെ നേടിയാൽ, അവിടെ വിജയിച്ചാൽ അങ്ങ് എങ്ങോട്ട് പോകും? അദ്ദേഹം പറഞ്ഞു, അതിനുശേഷം ഞാൻ നേരെ സിസിലിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകും. സിസിലിയെ ഞാൻ ആക്രമിച്ച് അതിനെ നേടും. അപ്പൊ ചോദിച്ചു, അത് നേടിയിട്ട് പിന്നെ എങ്ങോട്ട് പോകും? ആഫ്രിക്കയിലേക്ക് പോകും, കാർത്തേജ് എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെയും ആക്രമണം നടത്തി ഞാൻ അവിടെയും നേടേണ്ടതെല്ലാം നേടും. പിന്നെയും ചോദിച്ചു, അതിനുശേഷം അങ്ങ് എങ്ങോട്ട് പോകും? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഗ്രീസിലേക്ക് പോകും. എന്നിട്ട് ഒരു ചോദ്യം കൂടെ ചോദിച്ചു, തിരുമേനി, ഈ യുദ്ധങ്ങളൊക്കെ, ഇതിന്റെ വിജയങ്ങളൊക്കെ കൊണ്ട് എന്താണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? അങ്ങ് എന്ത് പ്രയോജനമാണ് അങ്ങക്കുള്ളത് എന്ന് അലക്സാണ്ടറിനോട് ഒരിക്കൽ ഒരു തത്വജ്ഞാനി ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: എല്ലാ രാജ്യങ്ങളും കീഴടക്കിയ ശേഷം എനിക്ക് സ്വസ്ഥമായിരുന്ന് ജീവിതം ഒന്ന് ആസ്വദിക്കണം. ഈ രാജ്യങ്ങളെല്ലാം എൻ്റെ കാൽക്കീഴിൽ കൊണ്ടുവന്നതിന് ശേഷം എനിക്ക് എൻ്റെ ജീവിതത്തെ ഒന്ന് നല്ലതുപോലെ ആസ്വദിക്കണം. അപ്പൊ ഒരു ചോദ്യം കൂടി അദ്ദേഹം ചോദിച്ചു, ഇപ്പോഴങ്ങയ്ക്ക് ജീവിതം ആസ്വദിക്കാൻ കഴിയുന്നില്ലേ? ഇപ്പോൾ ഈ ആയിരിക്കുന്ന ഈ പരിസ്ഥിതിയിൽ അങ്ങൊരു വലിയ സാമ്രാട്ടാണ്, കൊട്ടാരമുണ്ട്, സൈന്യങ്ങളുണ്ട്, എല്ലാ സൗകര്യങ്ങളും ക്രമീകരണങ്ങളും ഉണ്ട്. അങ്ങയ്ക്ക് ഇതിനകത്ത് നിന്നുകൊണ്ട് ജീവിതം ആസ്വദിക്കുവാൻ കഴിയുന്നില്ലേ? അദ്ദേഹം പറഞ്ഞു, എന്തു പറഞ്ഞു? എനിക്ക് ഇതെല്ലാം വെട്ടിപ്പിടിക്കണം. വെട്ടിപ്പിടിച്ചനന്തരം എനിക്ക് ജീവിതം ഒന്ന് ശരിയായി ആസ്വദിക്കണം. പക്ഷെ ചരിത്രം നമുക്കറിയാം, അലക്സാണ്ടറിന് അങ്ങനെ ജീവിതം ആസ്വദിപ്പാൻ കഴിഞ്ഞില്ല. ആമേൻ. സ്വസ്ഥമായ ഒരു ജീവിതം ആസ്വദിക്കും മുമ്പ് അദ്ദേഹം ഈ ലോകത്തോട് വിട വാങ്ങിയ ചരിത്രം നമുക്കെല്ലാം അറിയാം. 33 വയസ്സ് കഴിഞ്ഞപ്പോൾ ഒരു പനിനീർക്കുളത്തിൽ കുളിച്ച് അദ്ദേഹത്തിന് ഒരു പനി പിടിപെട്ടു. ആ പനിയോടുകൂടെ അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങുവാനിടയായി. തന്റെ ഏറ്റവും അടുത്ത അനുചരന്മാരെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എന്റെ ഭൗതിക ശരീരം, ഞാൻ ഏതായാലും മരിക്കും,
എന്നെ ചുമക്കുന്നത്, ഏദൻസിന്റെ തെരുവിലൂടെ എന്നെ ചുമക്കുന്നത് വൈദ്യന്മാരായിരിക്കണം, എന്നെ ശുശ്രൂഷിച്ച ഡോക്ടേഴ്സ് ആയിരിക്കണം. അതിന്റെ കാരണം വൈദ്യശാസ്ത്രം കൊണ്ട് എന്റെ ജീവനെ നേടുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവര് വേണം എന്നെ എന്ത് ചെയ്യാൻ, എന്റെ ഭൗതിക ശരീരം ചുമക്കാൻ. ഒന്നുകൂടെ പറഞ്ഞു, അതിങ്ങനെയാണ്. എന്റെ ഭണ്ഡാരത്തിലുള്ള വെള്ളി നാണയങ്ങളും പൊന്നാണയങ്ങളും എല്ലാം കൊണ്ടുവന്ന് എന്റെ ഡെഡ് ബോഡി കൊണ്ടുപോകുന്ന ആ വീഥികളിൽ നിങ്ങൾ വിതരണം. എന്തിനാ? അവര് ചോദിച്ചു, എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? എനിക്കൊരു കാര്യം പറയാനുണ്ട്. അദ്ദേഹം പറഞ്ഞു, വെള്ളിയും പൊന്നും ഇഷ്ടം പോലെ എനിക്കുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും എന്റെ ജീവനെ രക്ഷിച്ചില്ല. അതുകൊണ്ട് അത് മുഴുവൻ വഴിയോരങ്ങളിൽ വിതരണമെന്ന് പറഞ്ഞു. മൂന്നാമതൊരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു, എന്റെ ഡെഡ് ബോഡി, ഭൗതിക ശരീരം മഞ്ചത്തിലൂടെ നിങ്ങൾ ഏദൻസിന്റെ തെരുവിലൂടെ കൊണ്ടുപോകുമ്പോൾ എന്റെ ഇരുകരങ്ങളും ഇരുവശത്തേക്കും മലർത്തിയിട്ടിരിക്കണം. അവര് ചോദിച്ചു, യജമാനനെ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു, ലോകമറിയട്ടെ, ഇത് ഗ്രേറ്റ് അലക്സാണ്ടർ ഈ ലോകത്തിലേക്ക് വന്നിട്ട് ഒന്നും കൊണ്ടുപോയില്ല എന്ന് ലോകമറിയട്ടെ. മലർത്തിയ കരങ്ങളുമായി ഈ ലോകം മുഴുവൻ നേടുവാൻ ഓടി നടന്ന ആയിരുന്നത് ഗ്രേറ്റ് അലക്സാണ്ടർ. ലോകത്തോട് വിട പറയുമ്പോൾ ഇരുകരങ്ങളും മലർത്തിയിട്ട് ഏദൻസിന്റെ തെരുവിലൂടെ യാത്ര ചെയ്യുന്നത് ലോകം കാണട്ടെ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഞാൻ എന്തിനാ ഈ കാര്യം ഇത്രയും സവിസ്താരമായി വിസ്തരിച്ചെന്ന് ചോദിച്ചാൽ, എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിതരെ, വെട്ടിപ്പിടിക്കുവാൻ പണത്തിന്റെ പിന്നാലെ, ജോലിയുടെ പിന്നാലെ, പല കാര്യങ്ങളുടെ പിന്നാലെ മനുഷ്യൻ ഇന്ന് ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുക. കിട്ടുന്ന അവസരം അതിനുവേണ്ടി മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുക. പക്ഷേ ഒരു കാര്യം ഞങ്ങൾ പറയട്ടെ, ഈ നേട്ടങ്ങളൊന്നും യഥാർത്ഥമായ നേട്ടങ്ങളല്ല. നേടിയ സാമ്രാജ്യങ്ങൾ, ഇദ്ദേഹം നേടിയ സാമ്രാജ്യങ്ങൾ നാലായി വിഭജിക്കപ്പെട്ടു. നമുക്കറിയാം, അതെല്ലാം മുറിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളൊന്നും നടന്നില്ല, എല്ലാം തകർന്ന് തരിപ്പണമായി. ആമേൻ. ജീവിതം മനസ്സിലാക്കണം. അതിൻ്റെതായിരിക്കുന്ന നിലയിൽ ഇന്ന് ആരോഗ്യമുണ്ടെങ്കിൽ, ബലമുണ്ടെങ്കിൽ, പണമുണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ എന്തുമാകാമെന്ന് ധരിച്ചിരിക്കുന്നവരുണ്ട്. പക്ഷേ സുഹൃത്തെ, ഒരു കാര്യം ഞങ്ങൾ ഊന്നിപ്പറയട്ടെ, നിന്റെ ആരോഗ്യം അത് നിലനിൽക്കുമെന്ന് കരുതരുത്. പണം ചിറക് വെച്ച് ഒരു ദിവസം പറന്നു പോകും. ചേർത്ത് നിർത്തിയിരിക്കുന്ന കൂട്ടുകാരുണ്ടല്ലോ, അവര് മാറി കടന്നു പോകും. എന്നാൽ നിനക്ക് ദൈവം ഇന്ന് ആരോഗ്യം തന്നിരിക്കുമ്പോൾ, കഴിവ് തന്നിരിക്കുമ്പോൾ, ആയുസ് തന്നിരിക്കുമ്പോൾ, നീ അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യമുണ്ട്. ഈ ലോകത്തിൽ വെട്ടിപ്പിടിക്കുവാൻ ഒരുങ്ങുന്ന ഭൗതിക സാമ്രാജ്യങ്ങൾ, നേട്ടങ്ങൾ, ഉന്നതമായിരിക്കുന്ന നൈമാനുഷികമായ പല കാര്യങ്ങളും നിന്നെ വിട്ട് പറന്നു പോകും. എന്നാൽ നിനക്ക് നേടേണ്ട ഒന്നുണ്ട്. അതിനുവേണ്ടി നിന്റെ ജീവിതം സമർപ്പിക്കുവാൻ കഴിഞ്ഞാൽ അതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഉന്നതമായ അനുഭവം എന്ന് പറയുവാനാണ് ഞങ്ങൾ ഈ ശുശ്രൂഷ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ ഒരു മഹാനായ കവി, ഒരു സംസ്കൃത കവി, സ്തോത്രം, അദ്ദേഹം ഈ സാഗരത്തെ അഥവാ കടലിനെ നോക്കിക്കൊണ്ട് എഴുതിയ ഒരു കവിതയുണ്ട്. അതുപോലെയൊക്കെ പറഞ്ഞ് സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് ദീർഘമാക്കുവാൻ ഞാൻ അവസരമെടുക്കുന്നില്ല. എങ്കിലും ആ കടലിനെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ ആ കവിതയിലെ വാക്കുകൾ ഇങ്ങനെയാണ്: അല്ലയോ കടലേ, നീ എത്ര ഭാഗ്യവാനാണ്. നിന്നിലുള്ള പാരിജാതം ചന്ദ്രക്കല എന്ന് തുടങ്ങി എത്ര വിശിഷ്ട വസ്തുക്കളാണ് നീ ജന്മം നൽകിയിട്ടുള്ളത്. നിന്റെ പുത്രിയായ ലക്ഷ്മി ദേവിയുടെ ഭർത്താവ് സാക്ഷാൽ മഹാവിഷ്ണുവാണ്. അനർഹ രത്നങ്ങൾക്ക് നീ ഇരിപ്പിടമാണ്. രത്നാകരം എന്ന പേരിലാണ് നിന്നെ അറിയപ്പെടുന്നത്. കാരണം നിന്റെ അകത്ത് പവിഴപ്പുറ്റുകളും രത്നങ്ങളും മത്സ്യസമ്പത്തും ഇതെല്ലാം നിറഞ്ഞിരിക്കുക. അങ്ങനെ എല്ലാം കൊണ്ടും നിന്നെ കുറിച്ച് വിസ്തരിക്കുമ്പോൾ എനിക്കങ്ങ് അസൂയ തോന്നുക. അത്രയ്ക്ക് നീ അങ്ങ് ഉന്നതമായ നിലയില, ഉയർന്ന നിലവാരത്തിലാണ് നീ ഇരിക്കുന്നത്. എന്നിട്ട് പറയുക, ലോകത്തിൽ ഏത് നദിയുണ്ട് നിന്നിൽ
അലിഞ്ഞു ചേരുവാൻ വെമ്പൽ കൊള്ളാത്തതായി സകല നദികളും ആഗ്രഹിക്കുന്നത് എനിക്ക് ആ കടലിലേക്കൊന്ന് അലിഞ്ഞു ചേരണം. അദ്ദേഹത്തിന്റെ അർത്ഥാലുള്ള ചിന്തയാ ഞാനീ പറയുന്നത്. അദ്ദേഹം പറയുക, സകല നദികൾക്കും ഒരാഗ്രഹമേ ഉള്ളൂ, നിന്നിലും അലിഞ്ഞു ചേരുവാൻ അത് വെമ്പൽ കൊള്ളുകയാണ്. ഇത്രയും ഉന്നതമായ ഉയർച്ചയൊക്കെ ഉണ്ടായിട്ടും ഒരു കാര്യം അദ്ദേഹം എടുത്ത് ആ കവിതയിൽ പറയുന്നു, നീ സദാ അസ്വസ്ഥനാണ്. എപ്പോഴും നിന്റെ തിരകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. നിന്റെ തീരത്ത് ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് പലപ്പോഴും ഭയം തോന്നാറുണ്ട്. അതിന്റെ കാരണം ഇത്രയുമൊക്കെ നിന്റെ അകത്തുണ്ടെങ്കിലും നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ അസ്വസ്ഥനാകുന്നത്? നിന്റെ തിരകൾ അടങ്ങുന്നില്ലല്ലോ. ഒരു സമയമെങ്കിലും നിന്റെ തിരകൾ അടങ്ങുമെന്ന് ഞാൻ നോക്കി, പക്ഷെ അടങ്ങുന്നില്ല. സദാ നീ അത് അസ്വസ്ഥനാണ്. ഈ സംസ്കൃത കവി കേവലം ഒരു സാഗരത്തെയോ കടലിനെയോ കുറിച്ചല്ല പാടിയത്, ജനസാഗരമായ നമ്മെ കുറിച്ച്, മാനവവർഗത്തെ കുറിച്ചാണ് പാടിയത്. പല നേട്ടങ്ങളും കരഗതമാക്കിയ മനുഷ്യ, നീ സദാ അസ്വസ്ഥനാ. നിന്റെ തിരകൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുക. നിന്റെ അകത്ത് സമാധാനമില്ല, നിന്റെ അകത്ത് സ്വസ്ഥതയില്ല. പണമുണ്ട് ശരിയാ, പക്ഷെ രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല. നല്ല ബന്ധങ്ങളുണ്ട് ശരിയാ, പക്ഷെ ജീവിതത്തിന്റെ പരാജയങ്ങൾ ആമേൽ പലപ്പോഴും കടന്നു വന്ന് ജീവിതം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക. എന്തിനേറെ പറയണം, ആരോഗ്യമുണ്ട്, പക്ഷെ മാരകരമായ രോഗത്തിന് നീ അടിമയാ. പലപ്പോഴും നിന്റെ ജീവിതത്തിൽ ആമേൽ പല നിലകളിലുള്ള പ്രതിസന്ധികൾ മുഖാന്തരം നിലനിൽക്കുവാൻ കഴിയും. അത് നിന്നെ ബാധിക്കുന്ന ഓളങ്ങൾ പോലെയുള്ള പ്രതിസന്ധികൾ നിരവധി നിന്റെ മേലെ കടന്നാക്രമിച്ചു കൊണ്ടിരിക്കുക. ഇത് പറയുന്ന ഈ കവിവരൻ, ഈ ഉന്നതനായ മനുഷ്യൻ മാനവ ഹൃദയത്തിന്റെ ഉന്നതമായിരിക്കുന്ന അനുഭവത്തെയാണ് എടുത്തു കാണിക്കുന്നത്. ഇത്രയും പറഞ്ഞ് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കയറാൻ തുടങ്ങിയ. അതുകൊണ്ട് ഒരു കാര്യം ഞങ്ങൾ പറയട്ടെ, മനുഷ്യൻ വെട്ടിപ്പിടിക്കാൻ ഒരുങ്ങുന്ന ഈ ലോകത്തിന്റെ നേട്ടങ്ങളോ ഇവിടെയുള്ള ശ്രേഷ്ഠതകളോ ഒന്നും അവനെ സൗഭാഗ്യവാനാക്കത്തില്ല. അവന്റെ ജീവിതത്തിന് അതൊന്നും അർത്ഥം നൽകുകയില്ല. അതൊന്നും അവന്റെ ജീവിതത്തിന് ലക്ഷ്യം നൽകുകയില്ല. അതെല്ലാം ഒരു പരിധിവരെ അവൻ അനുഭവിച്ചെന്ന് വരാം, ഒരു പരിധിവരെ സന്തോഷം നൽകിയെന്ന് വരാം. പക്ഷേ അതിന്റെ സന്തോഷം എന്ന് പറയുന്നത് അത് ചെറുത് വെച്ച് പറന്നു പോകുന്നതും വെള്ളത്തിന്റെ കുമിള പോലെയാണ്, പൊട്ടി മാറുന്നതാണ്. അതുകൊണ്ട് സ്നേഹിതരെ, ജീവിതം എന്താണെന്നൊന്നും മനസ്സിലാക്കി, എന്തിനു വേണ്ടി ജീവിക്കണമെന്ന് മനസ്സിലാക്കി ദൈവസന്നിധിയിലേക്ക് തിരിയുവാൻ, ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ ഇന്ന് ഈ സായാഹ്ന വേളയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഹൃദ്യമായി സംസാരിക്കുക. അതുകൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ വളരെ ശ്രദ്ധയോടുകൂടി ഒരല്പസമയം ഞങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധയെ നൽകണമേ എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. സ്തോത്രം. ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ഗ്രൂപ്പിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ നാം വായിച്ചത്, നീ മർത്യനെ പൊടിയിലേക്ക് മടക്കി. നമുക്കറിയാം, മനുഷ്യൻ എന്ന വാക്കിന്റെ അർത്ഥം എന്തുവാ? മനനം ചെയ്യുന്നവൻ, ബുദ്ധിയുള്ളവൻ, ചിന്താശക്തിയുള്ളവൻ എന്നൊക്കെയാ മനുഷ്യൻ. മനുഷ്യൻ ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും ഉന്നതമായ, ഇതിന്റെ ഏറ്റവും ഉത്തുംഗ ശൃംഗത്തിൽ വിരാജിക്കുന്ന ഒരുവനാ മനുഷ്യൻ. മനുഷ്യനില്ലെങ്കിൽ ഈ പ്രപഞ്ചം എങ്ങനെ ഇരുന്നേനെ? പക്ഷെ ഈ പ്രപഞ്ചത്തിന്റെ മണിമകുടമാ മനുഷ്യൻ. മനുഷ്യനാണ് ഇതിന്റെ എല്ലാം. ആ മനുഷ്യനെ ഒന്ന് തലനാര് കീറി ഒന്ന് വാസ്തവത്തിലൊന്ന് വിവേചിക്കാനാ ഈ സങ്കീർത്തനക്കാരൻ ആഗ്രഹിക്കുന്നത്. മർത്യൻ, ഒന്നുകൂടെ പറഞ്ഞാൽ മർത്യൻ എന്ന് പറഞ്ഞാൽ മരണമുള്ളവൻ. ഒന്നുകൂടെ പറഞ്ഞാൽ മർത്യൻ അഥവാ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞാൽ മണ്ണിൽ നിന്നെടുത്തവൻ. മനുഷ്യ, നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തിരികെ ചേരും. അതെന്നെ, മനുഷ്യൻ മണ്ണാ. മണ്ണിൽ നിന്നാ മനുഷ്യനെ എടുത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ ഇന്നേക്ക് നൂറ്റാണ്ടുകൾക്ക് പുറകിൽ എഴുതി വെച്ച ഒരു സത്യമാണ്. അത് വ്യക്തമായി നമ്മുടെ കൺമുൻപിൽ ശാസ്ത്രം തെളിയിച്ചു, മനുഷ്യൻ മണ്ണാണെന്ന്. അതേന്ന് മനുഷ്യൻ മണ്ണാണെന്ന് നമ്മുടെ കൺമുൻപിൽ ശാസ്ത്രം തെളിയിച്ചു. അപ്പം ദൈവവചനത്തിൻ്റെ ഉന്നതമായ
ആ പ്രവചനങ്ങളെ എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നാം ഇങ്ങനെ വായിക്കുന്നു, ഉൽപ്പത്തി പുസ്തകം വാക്യങ്ങൾ ഞാൻ എടുത്തു വായിക്കുവാൻ ഞാൻ പറഞ്ഞല്ലോ, സമയത്തിന്റെ പരിമിതിയുണ്ട്. ദൈവം മണ്ണെടുത്ത് മനുഷ്യനെ മെനഞ്ഞു. അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഹി കെയിം എ ലിവിങ് സോൾ. മൂക്കിൽ ജീവശ്വാസം ഊതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ വലിച്ചു വിടുന്ന ഈ ശ്വാസമല്ല, ദൈവത്തിന്റെ ശ്വാസം അവന്റെ അകത്തൂതിയെന്ന. സക്കറിയ പ്രവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവിനെ അവനിൽ പ്രവേശിപ്പിച്ചു. മണ്ണുകൊണ്ടുണ്ടാക്കിയ മനുഷ്യനിൽ ദൈവം തന്റെ ശ്വാസം അഥവാ ദൈവം തന്റെ ആത്മാവിനെ പ്രവേശിപ്പിച്ചു എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പൊ മണ്ണും വിണ്ണും കൂടെ ചേർന്ന ഒരു വ്യക്തിത്വമാണ് മനുഷ്യൻ. കേവലം മണ്ണല്ല, മണ്ണുകൊണ്ട് മാത്രം തൃപ്തനാകുന്നവനല്ല മനുഷ്യൻ. മണ്ണിൽ ഉത്ഭവിച്ച് മണ്ണിലെ ഭക്ഷിച്ച് മണ്ണിലെ കുടിച്ച് മൺകുടകളിൽ പാർത്ത് ഈ മണ്ണുമായിട്ട് മാത്രം ഐഡന്റിറ്റി ബന്ധപ്പെട്ട് കിടക്കുന്നവനല്ല മനുഷ്യൻ. മണ്ണിൽ അവസാനിക്കേണ്ടവനല്ല മനുഷ്യൻ. പക്ഷെ അവന്റെ അകത്ത് വിണ്ണിന്റെ ഒരു അംശം ദൈവം വെച്ചിട്ടുണ്ട്. അത് വ്യക്തമായി വെളിപ്പെടുത്തുന്ന പുസ്തകം ആ വിശുദ്ധ ബൈബിൾ. എല്ലാവരും അത് അറിയണം. ഇന്നത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഇന്നത്തെ ലോകത്തെ സംബന്ധിച്ചിടത്തോളം മണ്ണുമായി മാത്രം ബന്ധപ്പെട്ടാ പോകുന്നേ. മരിച്ചാ പിന്നെ തല തെക്കാണോ വടക്കാണോ ആർക്കറിയാവുന്ന ചിലർ ചോദിക്കുന്നത്. പാസ്റ്റർ ഇതൊക്കെ പറയും, പക്ഷേ ആരാ ഇത് പറഞ്ഞേ? മരിച്ചാ തല തെക്കാണോ വടക്കാണോ കിഴക്കാണോ ഇത് ആർക്കറിയാം എന്നൊക്കെ ചോദിക്കുന്ന പുള്ളികളുണ്ട്. പക്ഷെ ആധുനിക ശാസ്ത്രം മരണത്തിനപ്പുറത്തൊരു ജീവിതം ഉണ്ടെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുക. ഇന്ന് ഐച്ഛിക വിഷയമായി എടുത്ത് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന സർവകലാശാലകളുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് ചില ചിന്തകളും പുതിയ പഠനങ്ങളും ഒക്കെ മനസ്സിലാക്കാനിടയായി, പഠിക്കാനിടയായി. അതെല്ലാം വിശദീകരിക്കാനുള്ള സമയമല്ലല്ലോ ഇത്. പല യൂണിവേഴ്സിറ്റികളിലും മരണാനന്തരം ഒരു ജീവിതമുണ്ടോ, അതിനെക്കുറിച്ച് കുലങ്കുഷമായി ശാസ്ത്രം എന്ത് പറയുന്നു, ബുദ്ധിജീവികൾ എന്ത് പറയുന്നു എന്ന് ഇന്ന് പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുക. അടുത്ത കാലത്ത് ഒരു വലിയ ശാസ്ത്രജ്ഞൻ പറഞ്ഞു, മരിച്ചിട്ട് സ്വർഗത്തിലോ എവിടെയായിരുന്നാലും ആ ആത്മാവോട് നമുക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് ഒരു ചെറിയ കണ്ടുപിടുത്തം എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയെന്നൊരു പുള്ളി പറഞ്ഞു. അപ്പൊ എവിടെയോ പുള്ളി ഉണ്ടെന്നുള്ളത് ഈ പുള്ളി സമ്മതിക്കുക. സത്ത് പോയെന്ന് പറഞ്ഞ പോലെ പോയില്ല. ഇതിനകത്തെ സത്ത് പോയി. എങ്ങോട്ടാ പോയേ? ഈ ചത്തുപോയെന്ന് പറയുമ്പം ചത്തുപോയെന്നല്ല, സത്തുപോയെന്ന. ഇതിനകത്തിരുന്ന സത്ത് ഈ സത്തുപോയെന്നായി പറഞ്ഞേ. സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ മനുഷ്യനെ സംബന്ധിച്ചുള്ള അവൻ ആരാണെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അവന്റെ ഭാവിയോ അവന്റെ ജീവിതമോ അവന്റെ ജീവിതത്തിൻ്റെതായിരിക്കുന്ന നിലവാരങ്ങളെയോ കരുപ്പിടിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ആരാന്ന് മനസ്സിലാക്കാതെ, എന്താന്ന് മനസ്സിലാക്കാതെ എന്തെങ്കിലും ചെയ്തു കൂട്ടി എവിടെങ്കിലും ജീവിച്ച് എങ്ങനെയെങ്കിലും മരിച്ച് ചള്ളുവരിച്ച് ചള്ളേലും കിടന്ന് വെള്ളവും അടിച്ച് നിഘണ്ടുവില്ലാത്തതും പറഞ്ഞ് ജീവിതം പോട്ടെ അങ്ങോട്ട് അവസാനിക്കട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള ജീവിതമല്ല ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. ഒരിക്കൽ ഒരാൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ പോവുകയാണെ അങ്ങോട്ട് പോട്ടെന്ന് പറഞ്ഞു. എന്താ കാര്യം എന്നറിയാമോ? അതൊരു വലിയ ഷുഗർ രോഗിയാ. ഞാൻ നോക്കുമ്പോൾ മധുരമുള്ള കോളായും അതിൻ്റെ കൂടെ ജിലേബിയും മേടിച്ച് കഴിക്കുക. ഇത് രണ്ടും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, സഹോദര ഷുഗർ ഒത്തിരി കൂടുതലാണെന്നാണല്ലോ ഞാൻ അറിയുന്നത്. ശരിയാ ഭാഷ, ഷുഗർ ഒത്തിരി കൂടുതലുണ്ട്. ഞാൻ ചോദിച്ചു, ജിലേബിയും ഈ കോളായും കൂടെ കഴിച്ചാൽ മധുരമല്ലേ? അങ്ങോട്ട് പോട്ട ഭാഷ എന്ന് പറഞ്ഞു. സംഭവിച്ചത് ഞാനങ്ങ് പറയാം, ശരി കാര്യം പറയാം. 3 മാസം എത്തിയില്ല, അദ്ദേഹത്തെ പ്രാർത്ഥിച്ച് കണ്ണടച്ചത് ഞങ്ങളാ. പ്രാർത്ഥിച്ച വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ച് പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പം അദ്ദേഹം ഇരുന്ന മനുഷ്യൻ കിടന്ന മനുഷ്യൻ എന്ത് സംഭവിച്ചു? ആകപ്പാടെ വെപ്രാളമായി.
എനിക്ക് മരിക്കുമെന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ഒരു പാസ്റ്റർ അവിടെ വന്നു. അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററെ, ഈ മനുഷ്യൻ മരിക്കാൻ തുടങ്ങുക. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങൾ പ്രാർത്ഥിക്കാം. പാസ്റ്റർ കണ്ണടയ്ക്കാൻ പറഞ്ഞു. കണ്ണടച്ചു. പിറ്റേ ദിവസം കൊണ്ടുപോയി ശവടക്കി. കണ്ടോ? അപ്പൊ ഷുവറാന്ന് അറിഞ്ഞുകൊണ്ട് പറയാ, ചാകട്ടെ, അങ്ങോട്ട് വിട്ട് പോട്ടെന്നാ പറയുന്നത്. എന്നാലും അങ്ങനെ പറയുകയല്ല. ആ മനുഷ്യൻ അങ്ങനെ അങ്ങ് പോയി. അപ്പം ചുമ്മാ അങ്ങോട്ട് പോകാണ്ടിരിക്കുകയല്ല. അങ്ങനെ ആരും പോകരുതേ. ജീവിതത്തെ വിലയിരുത്തുവാനുള്ളൊരു സന്ദർഭമാണ്. ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞു, വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്നത് നല്ലത്. എന്താ വിലാപ വീട്ടിൽ ചെന്ന എന്താ കരച്ചിലും കണ്ണുനീരും ബഹളവും അല്ലേ? അവിടെ പോകുന്നതാണോ നല്ലത്? വിരുന്ന് വീട്ടിൽ പോകുന്നതാണോ നല്ലത്? വിരുന്ന് വീട്ടിൽ പോയാൽ നല്ല പൊറോട്ടയോ നല്ല ശാപ്പാടോ ഒക്കെ കിട്ടത്തില്ലേ? അതല്ലേ സുഖം, അതല്ലേ സന്തോഷം. പക്ഷേ ശലോമോൻ പറയാ, അത് മറപ്പുരേ പോവും. നല്ല ബിരിയാണി കഴിച്ച് വിരുന്ന് വീട്ടിൽ നിന്ന് സന്തോഷത്തോടെ പോകുന്ന വീട്ടിൽ വരുന്നതിന് മുമ്പ് നീ കഴിച്ചത് മറപ്പുരേ പോവും. പക്ഷെ വിലാപഭവനത്തിൽ നിനക്ക് നിന്നെ തന്നെ ഒന്ന് വിലയിരുത്താൻ പറ്റും. നീ ആരാ? നിന്റെ ജീവിതം എന്താ? നിന്റെ ജീവിതത്തിന്റെ അവസാനം എന്തായിരിക്കും? നീ എവിടേക്ക് പോകണം? അത് നീയാ തീരുമാനിക്കേണ്ടത്. അതിനെക്കുറിച്ച് വിലയിരുത്തുന്ന സ്ഥലമാണ് വിലാപഭവനം. എല്ലാവരുടെയും ജീവിതത്തെ ഒന്ന് വിലയിരുത്തുന്ന ഇടമാ. നമ്മുടെ അച്ചായം പോയി, നമ്മളും പോകേണ്ടി വരും. ഞാനൊരിക്കൽ ആയാങ്കുടിക്കടുത്ത് താമസിക്കുമ്പോൾ ഒരു വിലാപഭവനത്തിൽ പ്രസംഗിച്ചു. 1.5 മണിക്കൂർ പ്രസംഗിച്ചു രാത്രിയിൽ. ഒരിക്കലും മറക്കാത്തൊരു സംഭവമാണ്. 2 പേർ രക്ഷിക്കപ്പെട്ടു. 2 പേർ രക്ഷിക്കപ്പെട്ടു വന്ന് രാത്രിയിൽ. സ്തോത്രം. കാരണം ജീവിതത്തിൽ മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചും ആത്മാവിന്റെ നിത്യതയെക്കുറിച്ചും ദൈവവചനം പ്രസംഗിച്ചപ്പോൾ അവരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. കാരണം ജീവിതം തിരിച്ചറിയുക. ഇവിടെ അവസാനിച്ച് ഇവിടെ എന്തെങ്കിലും നേടി ഇവിടെ ഈ തൊലിപ്പുറത്തെ സുഖത്തിന് വേണ്ടി അല്പസുഖത്തിനും മാസ്മര ലഹരിക്കും വേണ്ടി നാക്കിനടി വെക്കുന്നതോ അകത്ത് കുടിച്ചിട്ട് കിറങ്ങി നടക്കുന്നതോ ആയ എന്തെങ്കിലും ഒന്നിനു വേണ്ടി ദൈവം തന്നിരിക്കുന്ന ഈ ദിവ്യമായ ശരീരം നീ ഉപയോഗിച്ച് അതിനെ നശിപ്പിച്ച് നിന്റെ ജീവിതം നരകത്തിലേക്ക് എറിയുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തെ തൊട്ട് നിന്റെ ആത്മാവിനെ വിടുവിക്കുവാൻ യേശുവിന്റെ സാന്നിധ്യം ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മുതലാളിയായിരിക്കാം, തൊഴിലാളിയായിരിക്കാം, ഉടയവനായിരിക്കാം, അടിമയായിരിക്കാം, ലക്ഷം വീട്ടിൽ താമസിക്കുന്നവനായിരിക്കാം, കൊട്ടാരത്തിൽ ആരുമായിക്കോട്ടെ, നിങ്ങൾക്കൊരാത്മാവുണ്ടെന്ന് പറയാൻ ഞങ്ങൾ തയ്യാറാകുക. ജീവിതത്തിൽ നിങ്ങളുടെ ആത്മാവിനെ കുറിച്ച് കരുതണമെന്നുള്ളതാണ് ദൈവവചനം പഠിപ്പിക്കുന്ന ഏറ്റവും അതിപ്രധാനമായ കാര്യം. നിങ്ങളുടെ നിത്യത. സ്തോത്രം. ഈ അമേരിക്കയിലെ ഈ റോൾസ് റോയ്സ് എന്ന് പറയുന്ന കാറ് ഉണ്ടാക്കിയ സന്ദർഭത്തിൽ നടന്നൊരു സംഭവം ഞാൻ വായിക്കുകയുണ്ടായി. നമുക്കറിയാം, വളരെ വിലപിടിപ്പുള്ള കാറാണ് റോൾസ് റോയ്സ് കാറ്. ആ കാറ് അതിൻ്റെ പണിപ്പുരയിൽ നിന്ന് പണിതിറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ നേരത്തെ ബുക്ക് ചെയ്ത് ആ കാറ് വാങ്ങി. ആ സന്ദർഭത്തിൽ വാങ്ങി ഈ മനോഹരമായിരിക്കുന്ന മനുഷ്യന് സഞ്ചരിക്കുവാൻ ഉതകുന്ന ഈ കാറിനകത്ത് നിറച്ച് കച്ചി കുത്തിക്കയറ്റി. എന്നിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ കാറ് പണിതിറക്കുന്ന പണിപ്പുരയ്ക്ക് സമീപത്തൂടെ വരികയാണ്. അപ്പൊ ഈ കാറ് പണിതിറക്കുന്ന എഞ്ചിനീയർമാർക്ക് ഇത് കണ്ടിട്ട് സങ്കടം തോന്നി. അവരിറങ്ങിയിട്ട് ചോദിച്ചു, സഹോദര, നീ എന്തായി ചെയ്യുന്നേ? 100 കണക്കിന് ആളുകൾ വിയർപ്പൊഴുക്കി വൈവിധ്യത്തോടും അതിൻ്റെ ക്രമീകരണത്തോടും പണിതിറക്കിയ ഈ മനോഹരമായ റോൾസ് റോയ്സ് കാറിനകത്ത് നീ കച്ചി നിറച്ചുകൊണ്ടിരിക്കുന്നു. നീ ചെയ്തെന്തൊരു കാര്യമാണെന്ന് ചോദിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചു, ശകാരിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എന്നാ കാര്യം? ഞാനല്ലേ കാശ് മുടക്കിയത്, എൻ്റെ കാറല്ലേ. സ്തോത്രം. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വേദന തോന്നുന്നു. കാരണം ഞങ്ങളുടെ പണിപ്പുരയിൽ നിന്ന് 100 കണക്കിന് ആളുകൾ അധ്വാനിച്ച കാറാണിത്. ഇതിനെ മനോഹരമാക്കി നിങ്ങളുടെ കരങ്ങളിൽ തരുവാൻ ഇതിൻ്റെ പിന്നിൽ വേർപ്പൊഴിച്ച് ഒഴുക്കിയ അനേക വിദഗ്ധന്മാരായ എഞ്ചിനീയർമാരിവിടെ ഉണ്ട്. അവർക്കത് കണ്ടപ്പോൾ വേദന വന്നു.
ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ പണിപ്പുരയിൽ നിന്ന് പണിതിറക്കിയതാ ദൈവം നമ്മെ. ദൈവത്തിന്റെ കരാങ്കുലികങ്ങൾ കൊണ്ട് ദൈവം നമ്മെ സൃഷ്ടിച്ച് അവന്റെ പണിപ്പുരയ്ക്കകത്തുനിന്ന് പണിതിറക്കിയതാ മനുഷ്യ നിന്നെ. കേട്ടോ, ഇതിനകത്ത് നീ കച്ചി കുത്തി കയറ്റുമ്പോൾ ഓർക്കണം, ഇതിനെ വിദഗ്ധമായ നിലയിൽ പണിതെടുത്ത ഒരു എഞ്ചിനീയർ ഇതിന്റെ പുറകിലുണ്ട്. അവന് നിന്നെ കുറിച്ച് അനുതാപമുണ്ട്. ഇതിനകത്ത് ബിയർ നിറയ്ക്കാനല്ല, ഇതിനകത്ത് കഞ്ചാവ് നിറയ്ക്കാനല്ല, ഇതിനകത്ത് മാരകരമായ വിഷലിപ്തമായിരിക്കുന്ന ശക്തികൾ ഇതിനകത്ത് നിറയ്ക്കാനല്ല, ഇതിനകത്ത് പാപവും ദോഷവും കൊണ്ട് കുത്തിക്കയറ്റാനല്ല. ഇത് ദൈവം നൽകി തന്ന ദൈവത്തിന്റെ ദാനമായ മന്ദിരമാണ്. ആമേൻ. ഇത് ദൈവത്താൽ മെനയപ്പെട്ട മന്ദിരമാണ്. ഈ മന്ദിരം ദൈവത്തിൻ്റെതാകയാൽ ഇതിനെ കുറിച്ച് ദൈവത്തിന് നിന്നെ കുറിച്ച് പലപ്പോഴും സകലാപവും അനുതാപവും തോന്നുകയാണ്. നീ കാട്ടിക്കൂട്ടുന്ന വിക്രിയകളും ഈ ശരീരത്തോട് ചെയ്യുന്ന ആ വിക്രിയകളുമൊക്കെ എന്റെ ദൈവത്തിന് വേദന ഉളവാക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം പലപ്പോഴും നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. കേട്ടോ, ഈ ശരീരം നശിപ്പിക്കാനുള്ളതല്ല. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനൊരു ശരീരം നിർമ്മിക്കുവാൻ ഏത് ഫാക്ടറിക്ക് കഴിയും? പലതുമൊക്കെ മനുഷ്യൻ കണ്ടുപിടിച്ചെന്നുള്ളത് ശരിയാ, ഒരവയവം മാറ്റിവെക്കാൻ കഴിയുമെന്നൊക്കെ ഉള്ളത് ശരിയാ. ഞാൻ ചോദിക്കട്ടെ, ജീവനോടെ മൂക്കും കണ്ണും വായും തലയും തലച്ചോറും കയ്യും കാലുകളും വയറും എന്തിനേറെ ഇതിനകത്ത് ഹൃദയവുമൊക്കെ നിർമ്മിച്ച് ഒരു മനുഷ്യനെ നിർമ്മിക്കുവാൻ ഏത് പണിപ്പുരയ്ക്ക് കഴിയുന്നില്ല. അപ്പോ ദൈവത്തിന്റെ പണിപ്പുരയ്ക്കകത്തുനിന്ന് ദൈവം നിന്നെ പണിതിറക്കിയതാ. ആ ദൈവത്തെ തിരിച്ചറിയാൻ കഴിയാതെ ഇത് പാപത്തിന് വിട്ടുകൊടുത്ത്, ദോഷത്തിന് വിട്ടുകൊടുത്ത്, വ്യഭിചാരത്തിന് വിട്ടുകൊടുത്ത്, പാപത്തിന്റെ വഴിച്ചാലുകളിലൂടെ യാത്ര ചെയ്യുന്ന മാന്യമിത്രമേ, നിന്നെ തേടി നിന്റെ ഹൃദയത്തിലെ പാപചിന്തകളിൽ നിന്ന് നിന്നെ രൂപാന്തരപ്പെടുത്തി യേശുവിലേക്ക് മടക്കി വരുത്തുവാൻ, ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരുത്തുവാനാണ് ഞങ്ങൾ ഈ ദൈവശബ്ദം പുറപ്പെടുവിക്കുന്നത്. സൃഷ്ടാവായ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. തന്റെ സൃഷ്ടികളെല്ലാം തന്നിലേക്കൊന്ന് മടങ്ങി വരണം. സെന്റ് അഗസ്റ്റിൻ എന്ന് പറയുന്ന ആ സഭാപിതാവ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: എല്ലാ മനുഷ്യന്റെയും അകത്തൊരു അസ്വസ്ഥതയുണ്ട്. ഏതൊക്കെ കാര്യങ്ങൾ അവൻ ചെയ്തു കൂട്ടിയാലും, ഏതൊക്കെ നേട്ടങ്ങൾ കരഗതമാക്കിയാലും അവന്റെ അകത്ത് എന്തോ ഒരു ശൂന്യത. പക്ഷെ അത് നികരണമെങ്കിൽ യേശുവിന്റെ അടുക്കലേക്ക് മടങ്ങി വരണം. ആ ശൂന്യതയുടെ രൂപം എന്റെ യേശുവിന്റെ രൂപമാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. യേശുവിന്റെ രൂപമാണ്. യേശുവിനെ കൊണ്ട് മാത്രമേ നിന്റെ ശൂന്യതയെ നികത്തുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ ദൈവത്തിന്റെ വചനം ശക്തിയായി ഞങ്ങൾ വിളംബരം ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നത് ഒന്ന് മണ്ണും വിണ്ണും കൂടെ ചേർന്നതാ മനുഷ്യൻ. ഈ മണ്ണിന്റെ കാര്യം മാത്രമാണോ മനുഷ്യൻ നോക്കുന്നേ? ഞാൻ ചോദിക്കട്ടെ, മൃഗങ്ങളിൽ നിന്ന് മനുഷ്യൻ വ്യത്യസ്തനല്ലേ? ആരാധനാ മനോഭാവം ആർക്കാ ഉള്ളത്? മനുഷ്യനാ ഉള്ളത്. കാട്ടിൽ കിടക്കുന്ന കാട്ടാളനും ആരാധന മനോഭാവമുണ്ട്. ആകാശത്തൊരു വലിയ ഇടി വെട്ടിയാൽ മതി, ഒരു മിന്നൽ വന്നാൽ മതി, അന്നേരം അവൻ എന്ത് ചെയ്യും? വണങ്ങും. സൂര്യനെ നോക്കി വണങ്ങും, ചന്ദ്രനെ നോക്കി വണങ്ങും. അതിന്റെ കാരണം ഒരു ആരാധനാ മനോഭാവം അവന്റെ അകത്ത് കിടപ്പുണ്ട്. ഇതിനപ്പുറത്തൊരു സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ടെന്ന് സകല മനുഷ്യനും ബോധമുണ്ട്. കാരണം അവന്റെ മനസാക്ഷിയോട് ദൈവം എപ്പോഴും സംസാരിച്ചുകൊണ്ടായിരിക്കുന്നത്. എന്തിനേറെ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ തെറ്റാണെന്ന് അവനെ ബോധ്യപ്പെടുത്തുന്ന ഒരു മനസാക്ഷി എപ്പോഴും അവന്റെ അകത്തില്ലേ? അത് ഗോവിന്ദച്ചാമിയാണെങ്കിലും ശരി, അത് എത്ര വലിയ പുള്ളിയാണെങ്കിലും ശരി, തെറ്റ് ചെയ്തു പോയോ അവന്റെ അകം ഇങ്ങനെ വിങ്ങിപ്പൊട്ടിക്കൊണ്ടിരിക്കും. അവനോട് പറഞ്ഞുകൊണ്ടിരിക്കും, നീ ചെയ്യുന്ന തെറ്റാ. പക്ഷെ ആ മനസാക്ഷിയെ മറികടന്ന ഇന്ന് മനുഷ്യൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ടൊരാൾ പറഞ്ഞ പോലെ, ആദ്യം വീടി വലിക്കുന്ന കൊച്ചുപിള്ളേരുണ്ടല്ലോ, സ്കൂളിന്റെ മറപ്പുരയ്ക്കകത്ത് കയറി നിന്ന് ചെറിയ വീടിയുടെ പുക എടുത്തോണ്ട് അതിങ്ങനെ എടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവനിങ്ങനെ ഭയമാ, പേടിയാ. അപ്പൻ അറിയുവോ, അമ്മ അറിയുവോ, സാർ അറിയുവോ, ആരേലും അറിയുവോ? ഒന്നെടുത്തു, രണ്ടെടുത്തു, 2 പ്രാവശ്യമായി, 2 ആഴ്ചയായി, 1 മാസം കഴിയുമ്പോൾ പിന്നെ തന്നെ അങ്ങ് വലിക്കുക. പിന്നെ മനസാക്ഷി, B.A. തോമസ് എന്ന് പറയുന്ന കർത്തദാസൻ പറയുന്ന പോലെ പിന്നെ മനസാക്ഷി ഇല്ല, മനസാക്ഷി അങ്ങ് കറങ്ങുക. പിന്നെ
ആദ്യം മനസാക്ഷി ഒന്ന് പറയും, ഇടാ തെറ്റാ മോനെ, തെറ്റാടാ മോനെ, നീ ചെയ്യുന്ന തെറ്റാടാ മോനെ. പക്ഷെ തെറ്റിനെ അവൻ മറികടന്ന് ചെയ്യുക. പിന്നെ മനസാക്ഷി, പിന്നെ മനസാക്ഷി. പക്ഷേ ഇതങ്ങ് ചെയ്ത് പിന്നെ അങ്ങ് ഇവൻ അതിന് അഡിക്റ്റായി മാറിക്കഴിയുമ്പോൾ പിന്നെ മനസാക്ഷി നിന്ന് പറയുന്നില്ല, ഇതങ്ങ് കറങ്ങിക്കൊണ്ടിരിക്കുക. മനസാക്ഷി കറങ്ങിപ്പോയി. കാരണം മനസാക്ഷി ഇവൻ കറക്കി. ഇവൻ പിന്നെ ഇതിന് അഡിക്റ്റാ. ഏത് മനസാക്ഷി പറഞ്ഞാലും ആര് പറഞ്ഞാലും കേൾക്കില്ല. കുറച്ചുകൂടെ പ്രായമായി കഴിയുമ്പോൾ ഒരു കൂട് സിഗരറ്റ്. ഞാൻ കഴിഞ്ഞ ദിവസം എന്നോടാണ് ചോദിച്ചു, പാസ്റ്റർ പറയുന്നത് ഈ പുക വലിക്കുന്നതൊക്കെ ശരിയാണോ? ഞാൻ ചോദിച്ചു, സഹോദര ഈ ഫാക്ടറി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ട്. ആ ഫാക്ടറിയുടെ പുക എവിടെയാ പോകുന്നത്? പുള്ളി പറഞ്ഞു പുകക്കൊള്ളിൽ കൂടെയാ. ഞാൻ പീരുമേട്ടിലാണ് ജനിച്ചു വളർന്നത്. ഈ എസ്റ്റേറ്റിൽ ഞങ്ങൾക്ക് ഫാക്ടറി ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഫാക്ടറിക്കകത്ത് ജോലിയും ചെയ്തിട്ടുണ്ട് ചെറിയ തോതിൽ. ഈ പുകക്കൊള്ളി മേളിലാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെതിരെയാ വീടി വലിച്ചിട്ട് സിഗരറ്റ് വലിച്ചിട്ട് പുക വിടുന്നത്? മൂക്കിൽ കൂടെ. മൂക്ക് എവിടെ ഇരിക്കുന്നത്? തലയിലാണോ ഇരിക്കുന്നത്? എൻ്റെ തമ്പുരാൻ പുക വിടാനായിരുന്നെങ്കിൽ ഞാൻ പറയാം ഈ മൂക്ക് തലയെ വെച്ചേന്. കാരണം പുക വിടാൻ വേണ്ടിയാ, പുകക്കോഴല. പക്ഷെ നിന്റെ മൂക്ക് പുകക്കോഴലല്ല. നിനക്ക് പുകക്കോഴല് വെക്കാൻ വീടി വലിച്ച് പുക വിടാനായിരുന്നെങ്കിൽ ഈ പുകക്കോഴല് തലയെ കൊണ്ട് വെച്ചേന്. ഇത് നിനക്ക് ശ്വസിക്കാൻ മാത്രം എൻ്റെ തമ്പുരാൻ തന്നിരിക്കുന്ന, ഇതിനകത്തൂടെ വട്ടം വായിക്കാത്തോടൊക്കെ പുക വിടുന്ന ചില പുള്ളികൾ ഞങ്ങളെ കാണുമ്പോൾ ഇപ്പൊ പിന്നെ അതൊക്കെ കുറഞ്ഞിട്ട് പുകയ്ക്ക് പകരം അകത്ത് പുകയ്ക്കുകയാണല്ലോ. പോട്ടെ, ഞാൻ പറഞ്ഞത് ഈ നിലകളിൽ മനുഷ്യൻ പാപത്തെ അങ്ങ് സ്നേഹിക്കുക. അവന്റെ അന്തരാത്മാവിൽ കുടികൊള്ളുന്ന ദൈവിക ബോധം എന്ന് പറയുന്നത് എപ്പോഴും അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഏത് സമയത്തും നീ ചെയ്യുന്ന തെറ്റാണ്, നിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ട്, നീ പാപമാണ് ചെയ്യുന്നത്. ഇത് സംസാരിക്കുന്നത് ദൈവം നൽകി തന്നിരിക്കുന്ന മനസാക്ഷിയും ദൈവത്തിന്റെ ആത്മാവുമാണ്. കാരണം നീ കേവലം ഇവിടെ 30, 60, 70, 80 വർഷം ജീവിച്ച് ഇവിടെ അവസാനിക്കേണ്ടവനല്ല. നിന്റെ ആത്മാവിനൊരു നിത്യതയുണ്ട്. നിത്യത കേട്ടോ. ഇറ്റേണൽ ലൈഫ് എന്ന് പറയും. ദൈവത്തിന്റെ ആയുസ്സാ നിനക്ക് ദൈവം തന്നിരിക്കുന്നത്. പക്ഷെ പാപമാണ് അതെന്ത് ചെയ്തത്? നഷ്ടപ്പെടുത്തിയത്. പാപപരിഹാരം വരുത്തിക്കൊണ്ട് ക്രൂശിൽ ദൈവം അത് നമുക്ക് മടക്കി തരിക. ഏത്? ആ നിത്യത. നിനക്ക് നഷ്ടപ്പെട്ടു പോയ നിത്യത നിനക്ക് ക്രൂശിലൂടെ ദൈവം ദാനമായി തരിക. ഒന്നും കൊടുക്കണ്ട. നീ ചെയ്യേണ്ടതെല്ലാം ക്രൂശിൽ ദൈവം ചെയ്തു തീർത്തു. മുഴുവൻ കാര്യവും തീർത്തു. ടെറ്റലസ്റ്റായി, സകലവും നിവൃത്തിയായി, സമാപ്തം. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ മാനവജാതി പാപപരിഹാരത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യണമോ, ഏതൊക്കെ കർമ്മങ്ങൾ, കർമ്മകാണ്ഡങ്ങൾ, നേർച്ചകൾ, കാഴ്ചകൾ, ദാനങ്ങൾ, ധർമ്മങ്ങൾ, ആമേൻ എന്ന് പറഞ്ഞാൽ ദാനം കൊടുക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞ്. പാപപരിഹാരത്തിന് വേണ്ടി നിന്റെ ദാനം വേണ്ട, നിന്റെ കർമ്മം വേണ്ട, സകലവും ക്രൂശിൽ ദൈവം നിറവേറ്റി. പാപമില്ലാത്ത പരിശുദ്ധനായവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ എന്ത് ചെയ്തു? പിടഞ്ഞു മരിച്ചു. പാപത്തെ അവിടെ എന്റെ തമ്പുരാൻ കുഴിച്ചിട്ടു. പാപത്തെ, പിന്നെ നിന്റെ ജീവിതത്തെ ഭരിക്കുന്ന പാപം ആ ക്രൂശിലൂടെ എന്റെ തമ്പുരാൻ കഴുകി ആ രക്തം കൊണ്ട് നിന്നെ ശുദ്ധീകരിച്ച് നിന്നെ ദൈവമകനാക്കി നിന്റെ ജീവിതം അമ്പേ രൂപാന്തരപ്പെടുത്തി. നിനക്ക് നിന്റെ ആത്മാവിന്റെ നിത്യതയെ കുറിച്ച് ബോധം തരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ സായാഹ്ന വേളയിൽ നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് ദൈവത്തോട് പറയാവോ, കർത്താവേ, ഞാനൊരു പാപിയാ, എൻ്റെ ആത്മാവ് പാപത്തിലാ ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ നിത്യതയെക്കുറിച്ചുള്ള ഉത്ബോധം എൻ്റെ അകത്തുണ്ടെങ്കിലും എനിക്കതിന് തക്കവണ്ണം എൻ്റെ ദൈവത്തെ അറിയാനോ പാപം ഏറ്റുപറയാനോ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിനപ്പുറത്ത്, മരണത്തിനപ്പുറത്ത് ആ നിത്യതയെക്കുറിച്ചുള്ള ഉത്ബോധം എനിക്ക് തന്ന് ആ നിത്യതയ്ക്ക് വേണ്ടി എന്നെ ഒരുക്കണമേ എന്ന് ആത്മാർത്ഥമായി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? അങ്ങനെ യേശു മുഖാന്തരം നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി നിന്നെ ഒരു ദൈവ പൈതലാക്കി മാറ്റി നിന്റെ ജീവിതം ധന്യമാക്കി തീർക്കുന്ന ദൈവപ്രവൃത്തിയാണ് ഇന്ന് ഈ സായാഹ്ന വേളയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു മതം മാറ്റമല്ല സ്നേഹിതരെ. മതം മാറിയത് കൊണ്ട് ഇത് നടക്കത്തില്ല. അപ്പുറത്തെ പറമ്പിൽ നിൽക്കുന്ന ഈ ചൊറിയുന്ന സാധനത്തിന് ചൊറിയണമെന്ന് പറയും. അത് പറിച്ച് ഈ പറമ്പിൽ കൊണ്ടുവച്ചാലും ചൊറിയും. മതം മാറിയ കൊണ്ട് ഇവിടെ ഒരു വിശേഷവുമില്ല. ചൊറിയുന്നവൻ ചൊറിയും. പക്ഷെ നിന്റെ ചൊറിച്ചില് മാറണമോ?
നിന്റെ ജീവിതത്തിന്റെ അകത്തലങ്ങളിൽ രൂപാന്തരം വരണം. അത് യേശു കയറണം, അകത്ത് യേശു കയറണം. അതിന് പൈസ കൊടുത്താൽ ഒക്കത്തില്ല. അതിനാർക്കെങ്കിലും ബെറോട്ട മേടിച്ചു കൊടുത്താൽ മാറത്തില്ല. അവന്റെ ജീവിതം സമർപ്പിക്കണം വചനപ്രകാരം. ചെല്ലു പറയുന്ന ഏതാണ്ടെല്ലാം മേടിച്ചു കൊടുത്ത് നിങ്ങൾ മതം മാറ്റുക, ഞങ്ങൾക്ക് വല്ലവരും ആരായിരുന്നത് നോക്കിയാ ഞങ്ങളിരിക്കുന്നത്. അന്നേരം പറഞ്ഞ മേടിച്ചു കൊടുത്തേച്ചാ ഏതാണ്ട് ചെയ്യുന്നെന്ന്. എൻ്റെ സ്നേഹിതരെ, ഞങ്ങൾ പ്രസംഗിക്കുന്നവരാ. കാരണം ഇത് ഞങ്ങളുടെ അകത്ത് കയറിപ്പോയി. ഏത് പ്രത്യയ ശാസ്ത്രത്തെക്കാളും മനുഷ്യന്റെ ആത്മാവിന്റെ നിത്യത നിർണ്ണയിക്കുന്ന ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം. ആ വചനം ഞങ്ങളുടെ അകത്ത് കയറി. യേശു ഞങ്ങളുടെ അകത്ത് വന്നു. ഞങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെട്ടു. മറ്റ് മതങ്ങളെക്കാൾ പ്രത്യയ ശാസ്ത്രങ്ങളെക്കാൾ ഞങ്ങളുടെ ജീവിതം മാറ്റിയത് യേശുവാ. ഇത് പ്രസംഗിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇത് ഞങ്ങളുടെ ജീവിതമാണ്. അതുകൊണ്ട് തന്നെ തുറന്നു പറയട്ടെ, പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ജീവിതത്തിൽ നിത്യതയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? മർത്യനെ പൊടിയിലേക്ക് ചേരുമാറാക്കും കേട്ടോ. മണ്ണുകൊണ്ട് മെനഞ്ഞതിനെ മണ്ണിലേക്ക്. പക്ഷേ ഇത് വിണ്ണിന്റെ രൂപത്തിൽ പുറത്തു വരുന്നൊരു ദിവസമുണ്ട്. ഈ സെമിത്തേരി എന്ന് പറയുന്ന പദം ഉണ്ടായത് സ്ലീപ്പിംഗ് ചേംബർ എന്ന അതിന്റെ അർത്ഥം എന്നാ. സ്ലീപ്പിംഗ് ചേംബർ എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്ന സ്ഥലമാ, ഉറങ്ങുന്ന ചേംബറാന്ന്. സെമിത്തേരിയിൽ ആളുകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഉയർത്തെഴുന്നേക്കും ഒരു ദിവസം. തെളിവ് എവിടെയാ? പറയാം. പലസ്തീനിൽ ഒരു കല്ലറ തുറന്നു കിടപ്പുണ്ട്. ചുമ്മാ പറയല്ല. അത് ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. ഇനി ഒരു ഉയർപ്പ് നടക്കും. അത് ക്രിസ്തുവിനുള്ളവരാ. അത് ആ കാഹളം കേൾക്കുന്നവരെ ഉയർക്കൂ. ആരാ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവവചനം അനുസരിക്കുന്നവർ. അവരുടെ കാതിലായി കാഹളം കേൾക്കാൻ പോകുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ഇവിടെ നടക്കാൻ പോകുന്ന ഒരു റാഞ്ചൽ പരിപാടിയുണ്ട്. ദൈവജനത്തെ ഇവിടുന്ന് കഴുകൻ തന്റെ ഇരയെ റാഞ്ചുന്ന പോലെ ഇവിടെ നിന്ന് ഹെലികോപ്റ്ററിനേക്കാൾ ഇവിടുത്തെ ശക്തികൾ എത്ര കുതിര ശക്തി ഉണ്ടോ അതിനേക്കാൾ ഇവിടുന്ന് പറന്നുയരുന്ന ദൈവജനത്തിന്റെ ഒരു പറക്കൽ അടുത്ത ദിവസങ്ങളിൽ നടക്കാൻ പോവുക. അതിനാണ് ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം വരുവാൻ പോകുന്ന അവരുടെ വലിയ പ്രത്യാശ. അതിന് ശേഷം ഏതാണ്ട് 7 വർഷം കഴിഞ്ഞ് ഈ ഭൂമിയിൽ ഒരു ഉയർപ്പ് നടക്കും. രക്ഷിക്കപ്പെടാത്തവൻ മുഴുവൻ ഉയർക്കും. മുഴുവനത്തെ ഉയർപ്പിക്കും. കൊണ്ടുവന്ന ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിർത്തി ദൈവത്തിന്റെ ന്യായവിധിയുടെ കരങ്ങൾ അവൻ ചെയ്ത തെറ്റ് ചൂണ്ടിക്കാണിച്ച് വെളിപ്പെടും. ഇന്ന് തെറ്റ് ചെയ്താൽ മറയ്ക്കാം, കോടതിയുടെ മുമ്പിൽ മറയ്ക്കാം. നല്ല ഒരു വക്കീലുണ്ടെങ്കിൽ നിനക്ക് മറഞ്ഞു നിൽക്കാം. ഇന്ന് കോടതിയും വക്കീലും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാമല്ലോ. പോട്ടെ, ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ അന്നത്തെ കോടതിയുടെ മുമ്പിൽ മറയാനൊക്കത്തില്ല. നീ ചെയ്ത പാപത്തിന് തക്കവണ്ണം നിന്നെ ന്യായം വിധിച്ച് നരകത്തിയിലേക്ക് എറിയുന്ന ദിവസമുണ്ട്. അതിന് തക്ക ശിക്ഷ മേടിക്കുന്ന ദിവസമുണ്ട്. അതിനു മുമ്പ് നിനക്ക് രക്ഷ നൽകിയ യേശുവിലേക്ക് നോക്കാമോ? നിന്റെ കണ്ണുകൾ ഉയർത്താമോ? നിന്റെ പാപത്തെ കഴുകുവാൻ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന നിന്റെ ആത്മാവിന്റെ നിത്യതയ്ക്ക് വേണ്ടി നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന ദൈവപുത്രന്റെ മുമ്പിൽ താണു വീണ് വണങ്ങാമോ? അവിടെ മതമില്ല, ജാതിയില്ല, വർഗമില്ല, വർണ്ണമില്ല. സകല ആളുകളും ഒരുപോലെ ദൈവപുത്രന്റെ മുമ്പിൽ കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. ആ കുഞ്ഞാടിന്റെ മുമ്പിൽ ആര് മുട്ടുകുത്തും? തങ്ങളുടെ കിരീടങ്ങൾ ആര് താഴെ വയ്ക്കും? അഹങ്കാരങ്ങളും കിരീടങ്ങളും എല്ലാം താഴെ വെച്ച് കുഞ്ഞാടിന്റെ മുമ്പിൽ വണങ്ങിക്കൊണ്ട് പറഞ്ഞാട്ട് നിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ നീ വിലയ്ക്ക് വാങ്ങി. ആ രക്തം നിന്റെ മേലൊന്ന് പതിയട്ടെ. പറഞ്ഞാട്ട് കർത്താവ്, ഞാൻ പാപിയാണ്. എന്റെ ആത്മാവിന്റെ നിത്യത എനിക്ക് തിരിച്ചറിയണം. കർത്താവിനെ സ്വീകരിച്ച് ഒരു പുതിയ അനുഭവം എനിക്ക് പ്രാപിക്കണം. അതിനുവേണ്ടി തങ്ങളെ ആരൊരുക്കും? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ മാടി വിളിക്കുക. ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, ഈ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിത്യതയ്ക്ക് വേണ്ടി ചിലരെ ഒരുക്കുവാൻ ഈ ശുശ്രൂഷ മുഖാന്തരമായി തീരട്ടെ. കർത്താവെ, പ്രത്യേകാൽ റോസ് ഫാമിലിയുടെ പ്രത്യേകമായി ഗ്രൂപ്പിനായി ഈ ഫേസ്ബുക്ക് പേജിനായി സ്തോത്രം. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന സോഷ്യൽ മീഡിയയിലുള്ള സകല ആളുകളെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യഥാർത്ഥമായ സത്യം തിരിച്ചറിയാത്തവരുടെ ഉൾത്തടങ്ങളെ ദൈവം തുറക്കണമേ. ജീവിക്കുന്ന കർത്താവിനെ അറിയട്ടെ. ദൈവപ്രവൃത്തിയായത് വെളിപ്പെടട്ടെ. ഈ ശായാന്ന വേളയിൽ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ദൈവം അവിടെ ഇത്രത്തോളം ബലപ്പെടുത്തിയതിനായി സ്തോത്രം. തിരികരം കൂടെ ഇരുന്നാട്ടെ. എല്ലാവരെയും സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.